ചിറക് വെട്ടുക എന്ന് പറയും. പക്ഷെ ചിറക് വെട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ പ്രധാനമായിട്ടുള്ള വലിയ തോലുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ ഇവ പറക്കുന്ന കുറയ്ക്കുകയും നമുക്ക് കൂടുതൽ മുട്ട കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കാടയെ വാങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ ആൺകാട പെടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മുട്ടക്കായിട്ട് കാടകൾ വാങ്ങുമ്പോൾ കൂടുതൽ കാടകൾ വാങ്ങുന്ന കൂട്ടത്തിൽ പലപ്പോഴും ആൺകാടകളും കൂടി വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ അവയെ കൊടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിന് പ്രധാന കാരണം ഒരു പെൺകാടയ്ക്ക് വരുന്ന അതേ തീറ്റ ചെലവ് തന്നെ ആൺകാടയ്ക്ക് വരും. ഒരു ബ്രൂഡിങ് അല്ലെങ്കിൽ മുട്ട വിരിയിപ്പിക്കാനുള്ള സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ആൺകാടയെ നിലനിർത്തേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ മുട്ടക്കാട് വളർത്തുകയാണെങ്കിൽ നമ്മൾ ആൺകാടയെ കൊടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആൺകാടയും പെൺകാടയും തിരിച്ചറിയാൻ സാധിക്കും. പെൺകാടന്റെ നെഞ്ഞത്ത് അല്ലെങ്കിൽ അവയുടെ ചുണ്ടിന് താഴെ ഒരു വെള്ളയും കറുപ്പ് നിറമായിരിക്കും. എന്നാൽ ആൺകാടന്റെ ഒരു ചാര നിറം, ഒരു കാപ്പി കളറായിട്ടുള്ള നിറം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ആണിനെയും പെണ്ണിനെയും നമ്മൾ ഒരു ദിവസം 2 നേരമാണ് അവർക്ക് തീറ്റയും വെള്ളവും കൊടുക്കുന്നത്. രാവിലെയും കൊടുക്കുക, അതുപോലെ തന്നെ വൈകുന്നേരവും കൊടുക്കണം. എന്നാൽ ഒരു